കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവിടെ ഇരുന്നോളാ. രാജഗുരുക്കളെ, ദമ്പതി സമേതരായിട്ട് ഇവർക്കിനി ഹോമം ചെയ്യാലോ അല്ലേ? ഇനി ആരെതിർത്താലും ഈ ഹോമം തടസ്സപ്പെടുത്താൻ പറ്റില്ല. നിന്റെ ലക്ഷ്യം തന്നെ അത്രയും മികച്ചതല്ലേ. അതുകൊണ്ടാ അത് തുടങ്ങേണ്ട സമയമായപ്പോ നിനക്ക് കൂടാൻ യോഗം ഉണ്ടായതും. മകന്റെ കല്യാണത്തിലെ വിഘ്നങ്ങളും മാറിക്കിട്ടി. ഇനി ഹോമം തുടങ്ങിക്കോളുക. ദശരഥരാമോർമ്മേ, നിന്റെ അസുഖം ഇനിയും ഭേദമായിട്ടില്ല. ഇനി 2 ദിവസം എന്റെ സ്വന്തം നിരീക്ഷണത്തിൽ നീ എന്റെ ആശ്രമത്തിൽ കഴിയണം. ആയിക്കോട്ടെ ഗുരുക്കളെ.
സമയത്ത് കല്യാണം നടന്നിരുന്നെങ്കിൽ ദമ്പതി സമേതരായി ഹോമം നടത്തായിരുന്നു. നടന്നില്ലെങ്കിൽ ഹോമം നടത്താൻ പറ്റില്ലെന്ന് ഗുരുക്കളാ പറഞ്ഞേ. വൈദേഹിയാണ് നിങ്ങളുടെ ഇളയ മരുമോള്. ദേവൻ കല്യാണം കഴിച്ചത് വൈദേഹിയാണ്. എന്താ ആദ്യമായിട്ട് കാണുന്നത് പോലെ? എനിക്കും വല്ലാത്ത പുതുമ തോന്നുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു നല്ല ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നോ, കൈവിട്ടു പോയ സൗഭാഗ്യം തിരികെ എന്റെ കയ്യിൽ കിട്ടുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദേവേട്ടനും വിചാരിച്ചിട്ടില്ലല്ലോ. എനിക്കിപ്പോഴും ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് സംശയം തോന്നിപ്പോവാ. ഓരോ പെൺകുട്ടിയുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. പുതിയൊരു വ്യക്തിയുമായി ആരംഭിക്കുന്ന വളരെ പുതുമയുള്ളൊരു ജീവിതം, ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്ന, ഒത്തിരി കൊതിയോടെ കാത്തിരിക്കുന്ന ദിവസം. എന്നാലും ഞാൻ ഭാഗ്യവതിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാള്, എന്റെ മനസ്സ് കൊതിച്ചയാള്, ജീവനേക്കാളേറെ എന്നെ കൊതിച്ചയാള്, ആ ആളായിട്ടല്ലേ ജീവിതം പങ്കുവെക്കുന്നേ. മറ്റൊരു പെൺകുട്ടിക്കും ഇത്രയും വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടാൻ എത്ര വിഷമിക്കേണ്ടി വന്നു. എന്റെ ജീവിതത്തിൽ ഇതുവരെ എല്ലാവർക്കും സന്തോഷം സമ്മാനിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. എന്റെ ദേവേട്ടനെ എന്റെ ജീവനേക്കാൾ ഏറെ ഞാൻ സ്നേഹിച്ചിട്ടും ശ്രേയോടൊപ്പം കല്യാണം നിശ്ചയിച്ചു. പക്ഷെ താലി കിട്ടിയത് എനിക്ക്. പക്ഷെ തോറ്റു. എല്ലാരും കൂടി ശ്രേയനെ ഭാര്യയായിട്ട് അയച്ചു. ശരിക്കുള്ള ഭാര്യയായിട്ടും എനിക്ക് കൂടെ ജീവിക്കാൻ പറ്റിയില്ല. തൊട്ടടുത്തുണ്ടായിട്ടും ദേവേട്ടന് ഞാൻ ആരും ആയിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് ഓരോ ക്ഷണവും നരകത്തിലെ പെടച്ചിലായിരുന്നു. പുറത്തേക്ക് ഒഴുകാനാവാതെ ഹൃദയത്തിലേക്ക് ഓടി ഒളിച്ച് എന്റെ കണ്ണുനീരിനതറിയാം. ദേവേട്ടൻ കെട്ടിത്തന്ന ഈ താലിയുമായി, ദേവേട്ടൻ സമ്മാനിച്ച കുറെ നല്ല ഓർമ്മകളുമായി ബാക്കി
ബാക്കിയുള്ള ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വരുമെന്നാ കരുതിയത്. പക്ഷെ അവിചാരിതമായിട്ടല്ലേ ഇങ്ങനൊരു അത്ഭുതം നടന്നത്. ആ അത്ഭുതം ദേവേട്ടന്റെ കൈകളിൽ എന്നെ എത്തിച്ചു. എന്നും ഇങ്ങനെ സഫലമാകാത്ത സ്വപ്നമായി അവശേഷിക്കുമെന്ന് കരുതിയ എന്റെ ജീവിതം ഒന്ന് പൂർണ്ണമായെങ്കിൽ കാരണം ദേവേട്ടന്റെ സ്നേഹം, ആത്മാർത്ഥത, ഓരോ ക്ഷണവും എന്നെ നേടാൻ ദേവേട്ടൻ കാണിച്ച ആവേശം, അതാ നമ്മളെ ഇന്ന് ഒന്നിപ്പിച്ചത്. താലി കെട്ടിയത് എന്റെ കഴുത്തിലാന്ന് ദേവേട്ടനെ അറിയില്ലായിരുന്നു. എന്നിട്ടും കുടുംബത്തിലെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും മുതിർന്നവരുടെ വാക്കുകളും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടല്ലേ പ്രണയിനിയെ നേടാൻ വേണ്ടി ദേവേട്ടൻ അണുവിട വിട്ടുകൊടുക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എവിടെയോ, ദേവേട്ടൻ മറ്റെവിടെയോ. നമ്മുടെ പ്രണയത്തിന് വേണ്ടി ദേവേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ദേവേട്ട, ഇപ്പോഴത്തെ എന്റെ ഈ സന്തോഷം, എന്റെ ഈ ജീവിതവും എല്ലാം ദേവേട്ടന്റെ പ്രണയം നൽകിയ ഭിക്ഷയാ. ഇനി ദേവേട്ടന്റെ ഓരോ ചുവടിലും വൈദേഹി ഉണ്ടാവും. ഞാനിനി എന്നും ദേവേട്ടന്റെ. മഴച്ചാറ്റിൻ കുളിർ ചൂടാറുണ്ടേ ഉള്ളം, അരിമുല്ലച്ചേലിൽ പൂക്കും ചിരിയോർത്താലം നേരം. കാണാക്കുയിൽ പാട്ടിൻ മധു പെയ്യാറുണ്ടേ മന്ദം, കളിവാക്കും നീനച്ചെങ്ങാൻ ഞൊടി ചാഞ്ഞാലം നേരം. കനവിൻ വാതിൽ നീ വന്നു നിന്നാലോ, കുടകിൻ പൂപ്പൂത്ത താഴ്വാരമാകും ഞാൻ. അറിയും കുറ്റാലം അരുവിത്തുള്ളാട്ടം, നീയൻ ചുണ്ടിൽ പാട്ടായി ചേരുമ്പോൾ. എല്ലാ മഴച്ചാറ്റിൻ കുളിർ ചൂടാറുണ്ടേ ഉള്ളം, അരിമുല്ലച്ചേലിൽ പൂക്കും ചിരിയോർത്താലം നേരം. കാണാക്കുയിൽ പാട്ടിൻ മധു പെയ്യാറുണ്ടേ മന്ദം, കളിവാക്കും നീനച്ചെങ്ങാൻ ഞൊടി ചാഞ്ഞാലൻ നേരം. പുലർവെയിൽ നാളം തലോടുമ്പോൾ മഞ്ഞിൽ പറന്നിടും പൊൻതൂവലാകും ഞാൻ. പ്ലാൻ ചെയ്തിട്ട് എന്ത് കാര്യം? എല്ലാം ഇപ്പൊ വെള്ളത്തിലായില്ലേ. നമ്മുടെ ഒരു പ്ലാൻ പോലും വർക്കൗട്ട് ആയില്ല ഊർമിളെ. രാജപദവിയിൽ നിന്നും ദേവനെ ഇറക്കണമെന്നാണ് ഞാൻ കരുതിയത്. അത് നടന്നില്ല. എന്നെ രാജാവാക്കാമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. വല്യച്ഛനെ കൊല്ലാനുള്ള പ്ലാനും വർക്കൗട്ടായില്ല. ഒടുവില കല്യാണം മുടക്കാനും നീ പറഞ്ഞു. അതും പൊളിഞ്ഞുപോയി. ഇതിനെല്ലാം നീ ശ്രമിച്ചതല്ലേ, എന്നിട്ട് നടന്നോ? നിന്റെ കത്തിക്കുത്തോടെ കോമയിൽ കിടന്ന അച്ഛന് ബോധോദയം ഉണ്ടായി. ഇപ്പുറത്തിവർക്ക് കല്യാണം പോലും കഴിക്കേണ്ടിയും വന്നില്ല. ഓൾറെഡി എന്നോ അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ എന്നെയോ ഞാൻ നിന്നെയോ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നടക്കാനുള്ളത് നടന്നു. ഇനിയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എല്ലാ വഴിയും അടഞ്ഞിരിക്കുക. എന്തടഞ്ഞു നാടാ? ശരിക്കുള്ള കാര്യം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം എന്ത് ചെയ്യണമെന്നൊരു ലക്ഷ്യമില്ലായിരുന്നു. ഇപ്പോ നമ്മുടെ കൈ മണ്ണ് പുരളാതെ കാര്യങ്ങൾ നടത്തിയെടുക്കാം. നമുക്കെന്തു പറ്റുമെന്നോ? ചെയ്തതൊന്നും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അന്നൊരിക്കൽ എല്ലാം നിന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ദേവനെ രാജാവായി വാഴിച്ചതാരാ? ഇതൊക്കെ ആരാ ചെയ്തതെന്ന് അറിയാന്ന് പറഞ്ഞ് അയാൾ നമ്മുടെ നേരെ ഒരു നോട്ടം നോക്കിയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണക്കാരാരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ നമ്മളാ ചെയ്തതെന്ന് അയാൾക്കറിയാം. അയാളെങ്ങാനും ചോദിച്ചാ നമ്മൾ എന്ത് ഉത്തരം പറയും?
എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവനെ ഞാൻ വെറുതെ വിടടാ. ദേവാ നിന്നെ ഞാൻ- വേണ്ട മോനെ വേണ്ട. സത്യ നിനക്കെന്താ? ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല. പുറത്തിറക്കി വിട്ടാ കടത്തിണ്ണയിലെങ്കിലും പോയി കിടന്നോളൂ. പക്ഷെ എന്റെ അവസ്ഥ എന്തായി തീരും? ചക്രക്കസയിലിരിക്കുന്ന ആ ശവവും എന്റെ അല്ലാതായി തീരും. അതുവരെ ഞാൻ നോക്കി നിൽക്കുന്ന ഇനിയൊരു പക്ഷേ അന്ന് അമ്പലത്തിൽ വെച്ച് നടന്നതിനൊക്കെ നീയാണ് കാരണം എന്നറിഞ്ഞുകൊണ്ട് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ അസൂയ കൊണ്ടാണെന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ തന്നെ കൊലപാതക ശ്രമം നടത്തിയിരിക്കുക. കുത്തി ഉടനെ അയാൾ കണ്ണു തുറന്ന് എന്നെ കണ്ടിരുന്നെങ്കിലോ എന്ത് ചെയ്യായിരുന്നു? ഇപ്പൊ ഞാൻ എവിടെ കിടക്കേണ്ടതാ? ഇപ്പോഴും ഞാനൊരു കാര്യം മറന്നുപോയി. വല്യച്ഛനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഒരിടത്ത് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. അതവിടുന്ന് മാറ്റണമല്ലോ. വേണ്ട, കൊണ്ടുപോയി പൂജാമുറിയിൽ എഴുന്നള്ളിച്ചു വെക്ക്. ഇത്രയും വിവരമില്ലാത്തവനാണോടാ നീ? അങ്ങനെയുള്ള സാധനങ്ങൾ ആരെങ്കിലും വീടിന്റെ പരിസരത്ത് വെക്കോ? ആരുടെങ്കിലും കൈ കിട്ടിയ അത് മതി. നിന്റെ എന്റെ അധ്യായം അവിടെ കഴിയും. ആദ്യം അത് അവിടെ നിന്നെടുത്ത് മാറ്റ്. നടക്ക്, ഫാസ്റ്റ്. അപ്പൊ നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ വൈദേഹി? അതെന്താ ദേവേട്ടൻ അങ്ങനെ ചോദിച്ചേ? സത്യമാണോ മിഥ്യയാണോ എന്ന് ദേവേട്ടൻ അറിയില്ലേ? എല്ലാം എനിക്കറിയാം. എന്ത് ചെയ്യാനാ? സത്യമെന്ന് വിചാരിച്ചതൊക്കെ മിഥ്യയായി, മിഥ്യയെന്ന് വിചാരിച്ചതൊക്കെ സത്യവുമായി. അതുകൊണ്ട് ഒന്നോടെ ഒന്ന് ഉറപ്പുവരുത്തിയതാ. ആയിക്കോട്ടെ, സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചതും നിന്നെ നേടാൻ വേണ്ടി പോരാടിയതും ഒടുവിൽ ഇങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് നീ എത്തിയതൊക്കെ നിന്നെ വല്ലാതെ അഹങ്കാരിയാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കും പവിത്രമായിരുന്നു നിന്റെ സ്നേഹം. ഇങ്ങനൊരവസരത്തിൽ സന്തോഷിക്കുന്ന ദേവേട്ടനെ അല്ലാതെ സംശയിക്കുന്ന ദേവേട്ടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും നമ്മുടെ പ്രേമത്തിന് ദേവേട്ടന് സംശയോ? അല്ല, അതല്ല, എന്നെ അത്രയേറെ സ്നേഹിച്ച വ്യക്തിയാണല്ലോ നീ. എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നീ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ശരിയാണ്, അറിഞ്ഞ ഉടനെ തന്നെ ചോദിക്കേണ്ടതായിരുന്നു. എന്നിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചാൽ നിനക്ക് മോശമല്ലേ എന്ന് കരുതി. അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നേ. എന്നെ അത്രയ്ക്ക് അങ്ങ് സ്നേഹിച്ചൊരു വ്യക്തി താലി കെട്ടിയത് ഞാനാണെന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു? എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആട് നിനക്കറിയായിരുന്നു. നിനക്ക് വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നിന്ന് നിനക്കറിയാം. ശ്രേയയെ എന്റെ ഭാര്യയായി അംഗീകരിക്കാനാവാതെ ഓരോ ക്ഷണവും ഞാൻ എത്രമാത്രം പെടഞ്ഞു എന്നുള്ളത് നീ കണ്ടതാ. എന്റെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് നീ സാക്ഷിയാ. അങ്ങനെയെല്ലാം കണ്ടോണ്ട് നിന്നിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ നീ അങ്ങ് ജീവിക്കായിരുന്നില്ലേ? അല്പം പോലും ദയ തോന്നിയില്ലേ നിനക്ക്? സത്യം പറയാന്നൊരിക്കൽ പോലും തോന്നിയില്ലേ നിനക്ക്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ദേവേട്ടനെ ചോദിക്കുന്നത്? അച്ഛന്റെ കാഴ്ചപ്പാടിൽ ദേവേട്ടന്റെ ഭാര്യ ശ്രേയായിരുന്നു. അങ്ങനെയല്ല, എനിക്ക് താലി കിട്ടിയതെന്നറിഞ്ഞ് സഹിക്കാൻ പറ്റില്ല എന്ന് കരുതി. ഓ, അച്ഛന് വേണ്ടി സത്യം മനസ്സിലാക്കിയ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയല്ലേ? അതല്ലായിരുന്നോ? എന്തൊരു നല്ല മോള്. അങ്ങനെ തന്നെ വേണം. അപ്പോ എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല അല്ലേ? അങ്ങനെയല്ല ദേവേട്ട. എങ്ങനെയല്ലാന്ന്? നമ്മൾ പരസ്പരം കണ്ടിഷ്ടപ്പെട്ടിട്ട്
അതിനുശേഷം അച്ഛനു വേണ്ടി പ്രണയത്തെ മാറ്റിവെക്കാൻ നീ തയ്യാറായെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ തമ്മിൽ കല്യാണം വരെ കഴിഞ്ഞു വൈദേഹി. നമ്മുടെ ഭാരതത്തിലെ ഓരോ സ്ത്രീക്കും അവളുടെ സ്വന്തം കഴുത്തിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ അമ്മയെയും അച്ഛനെയും അനിയത്തിയെയും സ്വന്തം മക്കളെക്കാളും കൂടുതൽ ഭർത്താവിനാണ് സ്ഥാനം നൽകുക. പക്ഷെ എനിക്ക് നിന്റെ മനസ്സിലൊരു വിലയില്ലാതായി പോയെന്താ? അപ്പൊ എന്നെക്കാളും നിനക്ക് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുജത്തിയുടെയും നിന്റെ കുടുംബത്തിന്റെയും സന്തോഷമാണ് വേണ്ടത്. എന്തിനായിരുന്നു നീ പ്രാധാന്യം കൊടുത്തത്? നിന്റെ ഈ താലിക്കോ നമ്മുടെ പ്രണയത്തിനോ? ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രതയ്ക്ക് എന്ത് വിലയാ നീ കൊടുത്തത്? ദേവേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിച്ച ഞാൻ എന്തുത്തരം പറയാനാ ദേവേട്ട? നിനക്കുത്തരം പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ വിഷമം എന്താണെന്നും നീ ചെയ്ത തെറ്റെന്താണെന്നും നീ മനസ്സിലാക്കിയേ മതിയാകും. പോകട്ടെ, എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്നെ കളഞ്ഞിട്ട് പോയതാന്നോർത്താ അങ്ങനെയുമല്ല. അങ്ങനെയായിരുന്നെങ്കിലും നിന്നെക്കുറിച്ച് ചിന്തിച്ച് ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ. അതും അല്ലെങ്കിൽ എല്ലാം മറന്ന് ജീവിക്കാൻ ശ്രമിച്ചേനെ. പകരം നീ എന്നോട് എന്താ ചെയ്തേ? താലി കെട്ടിയ ഭർത്താവിനൊപ്പം ജീവിക്കാനുള്ള ഗഡ്സ് കാണിച്ചില്ല എന്നുള്ളത് പോട്ടെ, ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിട്ടും നിന്റെ അനുജത്തി ശ്രേയയ്ക്ക് വേണ്ടി നീ എന്നെ പണയം വെച്ചു. എന്റെ ആരുമല്ലാത്ത, താലി പോലും കെട്ടാത്ത ഒരുത്തിയുടെ കയ്യിലേക്ക് നീ എന്റെ ജീവിതം വെച്ചു കൊടുത്തു. ഞാൻ നിന്നെ സ്നേഹിച്ചതിനുള്ള സമ്മാനമായിരുന്നു അത്. ആരാ ലോകത്ത് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുക? എനിക്ക് നിന്നെ മറക്കാൻ പറ്റാത്ത കാരണം കൊണ്ടും നിന്റെ അനീതിയുടെ അനാവശ്യ സിനിമാ ഭ്രാന്ത് കൊണ്ടും ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കാതെ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ വല്ലവരുടെയും വയറ്റിൽ എന്റെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാവും. എന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു? എടാ 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 രാമാ, 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 രാമേട്ടാ, അയ്യോ രാമേട്ടാ, എടാ വേണ്ട രാമ, വേണ്ടടാ രാമ, വേണ്ടടാ. എടാ രാമ, ഏട്ടാ എന്താ ഇത്? വേണ്ടടാ രാമ, പറയുന്ന കേക്ക്. എന്താ ഈ കാണിക്കുന്നെ? പറയുന്നത് കേക്ക് രാമ. എടാ രാമ, നിനക്ക് വട്ടായോടാ.